അങ്ങനെ തെങ്കാശിയിലെ തിരുമല കോവിൽ കണ്ടതിന് ശേഷം വെയിൽ കൊണ്ട് ക്ഷീണിച്ച് തളർന്ന് നേരെ കാണാൻ പോയത് ഈ ഒരു സൂര്യകാന്തി പൂവായിരുന്നു. എൻ്റെ കൂടെ വന്നവരെക്കാളും ഒരുപക്ഷെ ഈ സ്ഥലം വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ളത് എനിക്കാണ്. കാരണം അവിടെ കണ്ടുമുട്ടിയ ഒരു കൈനോട്ടക്കാരൻ ചേട്ടനും ഞാനും തമ്മിലുള്ള വളരെയധികം നല്ല ഒരു സൗഹൃദത്തിൻ്റെ കാരണമാണ്. അവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് പറിച്ചു കൊണ്ടുവന്ന് കച്ചവടത്തിന് നിൽക്കുന്ന ഒരുപാട് പച്ചക്കറി ഐറ്റങ്ങൾ നമ്മളപ്പം കണ്ടായിരുന്നു. ഈ ഒരു ചെറിയ ഗേറ്റ് കടന്നു വരുന്നതിന് ഒരു പാസ് ഉണ്ടായിരുന്നു. എന്നാൽ സൈഡ് വഴിയിൽ കൂടെയൊക്കെ വരുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ടായിരുന്നു. യാതൊരു തരത്തിലും മതിലോ ഒന്നുമില്ലാത്ത അവിടുത്തെ ചെറിയ കർഷകരുടെ ഒരു ചെറിയ ബിസിനസ്സായിരുന്നു നമ്മൾ ഈ കണ്ടത്. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി ഒരു ട്വിസ്റ്റും കൊണ്ട് നമ്മുടെ ദേവതുല്യനായ ചേട്ടൻ അവിടെ വരുന്നത്. ഓരോ ആൾക്കാർക്കും അവരുടേതായ അഭിപ്രായമുണ്ടെങ്കിലും എനിക്കെന്തോ പണ്ട് മുതലേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മയോട് ചെറുതായി ഞാൻ തമാശയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. പുള്ളിയോട് പറഞ്ഞത് പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം നേരെ എനിക്കിട്ടാവട്ടെ ഒരു പണി തരാം എന്ന് പുള്ളി കരുതി. ആനന്ദ് ശേഖർ, 24. നിങ്ങളെ മാതിരി ചാൻസ് ഉണ്ടോ നോക്കാം. ഇതിനുശേഷമാണ് ഞാനും പുള്ളിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം വളരെയധികം കൂടിയത്. എനിക്ക് പണ്ട് മുതലേ ഈ ആൾ രൂപവും ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ച് ആൾക്കാരുടെ ഭൂതവും ഭാവിയും പ്രവചിക്കുന്ന ആൾക്കാരെ പണ്ട് മുതലേ ഇഷ്ടമല്ല. പക്ഷേ അതിൻ്റെ കൂടെ ആ ഒരു പാവം തത്തയുടെ ചിറക് മുറിച്ച് കൂട്ടിനകത്താക്കി അതിൽ നിന്നും പൈസ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം പാവം തോന്നി. മനസ്സിലുണ്ടായിരുന്നുകൊണ്ടാണോ എന്നറിയില്ല ഞാൻ ഈ ഒരു ആശയവിനിമയം തുടങ്ങിയത്. പക്ഷേ പിന്നീട് ആലോചിക്കുമ്പോൾ എൻ്റെ ഭാഗത്തും ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട്. ഇതും ഓരോ ആൾക്കാരുടെ വരുമാന മാർഗമാണ്. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഓർത്ത് ചിരിക്കാൻ ഒരു മൊമെൻ്റായി.